ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഗോതമ്പ് പൊടിയും പഴവും കൊണ്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സ്നാക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ 6 പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് തീരെ ചെറിയ പഴമായതുകൊണ്ടാണ് ഞാൻ 6 എണ്ണം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് വലിയ പഴമാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം എടുക്കാം. അപ്പോൾ ഇനി ഈ പഴം നമുക്ക് മിക്സിയിലൊന്ന് ഇട്ടിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരയ്ക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. പഞ്ചസാരയുടെ അളവ് പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. നല്ല മധുരമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അത്യാവശ്യം മധുരം ഉള്ളത് കൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂണേ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ ബൗളിലേക്ക് നമ്മൾ അരച്ചെടുത്ത പഴം ചേർത്ത് കൊടുക്കാം. പഴം നമ്മൾ അരച്ചപ്പോൾ പഞ്ചസാരയും ചേർത്ത് അരച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ പഴം അരച്ചെടുക്കുമ്പോൾ നല്ല കട്ടിയായിരിക്കും. അപ്പോൾ പഴം അരച്ചെടുക്കുന്ന കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുക. ഇനി ഈ പഴം അരച്ചതിലേക്ക് ഞാൻ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. ഗോതമ്പ് മാവിന് പകരം മൈദാമാവ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ മാവും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു പാകം കാണിച്ചു തരാം. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ മാവ് ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ചും കൂടി മാവ് വേണം. അതുകൊണ്ട് ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് മാവൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 5 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം ബാറ്റർ ഉണ്ടാവേണ്ടത്. നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കേണ്ടത്. ഇത് സ്പൂണിൽ നിന്നും വിട്ടുപോരാൻ കുറച്ചൊരു പാടായിരിക്കും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം മാവ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണിനടുത്താണ് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് മാത്രം സോഡാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് തൊട്ട് മുമ്പേ സോഡാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒരുപാട് സമയം വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സോഡാപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ചതും ജീരകം പൊടിച്ചതും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു പാനിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നതിൽ നിന്നും കുറേശ്ശായിട്ട് കൈകൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കൈകൊണ്ട് ചെറിയ ബോൾ പോലെ ആക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണമെന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. പിന്നെ കൈകൊണ്ട് തന്നെ ഇതിലേക്ക് കോരി ഇട്ട് കൊടുക്കുന്നതാവും നല്ലത്. സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ്. അപ്പോൾ കൈകൊണ്ട് കുറേശ്ശായിട്ട് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ പുറമൊക്കെ പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറാകും, അകം വെന്തിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോഴേക്കും ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ പുറമൊക്കെ നല്ല ബ്രൗൺ കളറാകും, അകം വെന്തിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഞാനിത് തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡും നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്നും കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ സെക്കൻഡ് ബാച്ചും കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ എണ്ണയിലേക്ക് കൈകൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ കയ്യിലൊന്നും എണ്ണ തെറിച്ച് വീഴാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൂത്ത് നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ചെറുപഴം കൊണ്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഏത്തപ്പഴം കൊണ്ട് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ സ്നാക്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക്